ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ സാന്റാ മോണിക്കയുടെ UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 13ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇറ്റലിയിൽ പാതുവയിലുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഫെരാരി മ്യൂസിയം വിസിറ്റ് ചെയ്യും. അതിനുശേഷം പിസ്സ ടവറിൽ ഒരു ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ 13ാമത്തെ ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹനാം ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. 250 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ആദ്യം എത്തുന്നത് ഗോൾഗോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു ഫെറാറി മ്യൂസിയം നമ്മൾ കാണും. ഫെറാറി കാറുകളുടെ കളക്ഷൻ്റെ ഒരു മ്യൂസിയമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു 200 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്ത് പിസ എന്ന് പറയുന്ന ഒരു നഗരത്തിലെത്തി. അവിടെ നമ്മൾ ലീനിങ് ടവർ ഓഫ് പിസ, ചെരിഞ്ഞ ഗോപുരം പിസയുടെ, അത് കാണും. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഡിന്നർ കഴിക്കും. നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നീണ്ട യാത്രകളുള്ള ഒരു ദിവസമാണ്. ഇന്ന് താമസിക്കുന്ന ഹോട്ടലിലാണോ 2 ദിവസം? അല്ല, നാളെ താമസിക്കും. ഇന്ന് താമസിക്കുന്ന ഹോട്ടലിൽ പൊന്നശോകങ്ങൾ വിരിഞ്ഞു നിന്നീടിലും, ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നീടിലും, പൊന്നശോകങ്ങൾ വിരിഞ്ഞു നിന്നീടിലും, ഇങ്കു ചോദിച്ചു മണിത്തൊട്ടിലിടങ്ങിയ ഹംസ തൂലികാശയിൽ ഈശ്വരന്റെ പുതിയ പൂവമ്പുമായി കൊണ്ടോതരി കിടക്കിലും, കണ്ണടച്ചാൽ കരളിനകത്തൊരു പൊന്നും ചിലമ്പും കിലുക്കും കുമാരിക. ഓമനത്തിങ്കൾ കിടാവുപോൽ തന്നുള്ളിലോടി നടന്നു ചിരിക്കും കുമാരി. മാനം വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. Alulette jendi plumare, alulette jendi plumare, jendi plumare lette, jendi plumare lette, jendi plumare lette, jendi plumare lette, elette, elette, elaya, elaya, elasa, elasa, elappa, elappa, elamma, elamma, angamma, angamma, ponnappa, ponnappa. Alulette jendilalulette, alulette jendilalulette, alulette jendi plumare, alulette jendi plumare, jendi plumare lette, jendi plumare lette, jendi plumare lette, jendi plumare lette, elette, elette, elaya, 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 elasa, elasa, elamma, elamma, elappa, elappa, elabak, elabak. Alulette jendilalulette, alulette jendilalulette, alulette jendi plumare, alulette jendi plumare, jendi plumare lette, jendi plumare lette, jendi plumare lette, jendi plumare lette, elette, elette.
ഏലമ്മ ഏലപ്പ ഏലപ്പ ഏലയ്യ ഏലയ്യ ലാലുലറ്റെ ജെന്റിലാലുലറ്റെ എല്ലാവരും ഒരുമിച്ച് ജെന്റിലാലുലറ്റെ ആലുലറ്റെ ജെന്റി പ്ലൂമറേ ആലുലറ്റെ ജെന്റി പ്ലൂമറേ ജെന്റി പ്ലൂമറേലറ്റെ ജെന്റി പ്ലൂമറേലറ്റെ ജെന്റി പ്ലൂമറേലറ്റെ ജെന്റി പ്ലൂമറേലറ്റെ ദൈതോ കൊച്ചു പെണ്ണെ കുയിലാണ് തിത്താരാതെയ്തോ വേണം കൂഴ വേണം കൂരവ വേണം ഓദിത്തിത്താരാദിത്തിത്തേതോ കുട്ടനാടൻ പൊങ്കയിലെ കൊച്ചു പെണ്ണെ കുയിലാണ് വേണം കൂഴ വേണം കൂരവ വേണം ഓദിത്തിത്താരാദിത്തിത്തേതോ വേണം കൊടി തോരണങ്ങൾ വേണം തോരണങ്ങൾ വേണം തിത്താരാതെയ്തോ ശ്രീരാളിതരായി വരുന്നു ഞങ്ങൾ ഓദിത്തിത്താരാദിത്തിത്തേതോ ഫോർമുല 1 റേസിംഗിന് ഉപയോഗിക്കുന്ന കാറുകളെല്ലാം കാണാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഈ മ്യൂസിയം. അത് യഥാർത്ഥത്തിൽ കൊങ്കോണയിലല്ലെങ്കിലും അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്. മാർഗല്ലോ മ്യൂസിയം ഫീച്ചർ ചെയ്യുന്നത് ഫെറാറിയുടെ ഹിസ്റ്ററി, ഫോർമുല 1 ലെഗസി, അതിന്റെ ഫോർമുല 1 റേസിംഗ് കാറുകളുടെ ചരിത്രം, അതിന്റെ ഹിസ്റ്റോറിക് മോഡലുകളൊക്കെ കാണാൻ പറ്റും. F1 സിമുലേറ്ററുകളൊക്കെ അവിടെ കാണാൻ പറ്റും. ഫെറാറിയുടെ പല വണ്ടികളും അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിന്റെ ഫെറാറിയുടെ ഫൗണ്ടറുടെ ജീവിതം, പിന്നെ ആ ബ്രാൻഡുകളിലേക്ക് ഒരു ഇവല്യൂഷൻ എങ്ങനെയാണത് പതുക്കെ പുതിയ പുതിയ ബ്രാൻഡുകളിലൂടെ കോമ്പൻ ബ്രാൻഡായിട്ട് മാറിയത്, പിന്നെ മിക്സ് ഓഫ് വിന്റേജും മോഡേൺ ഫെറാറി മോഡൽസിന്റെ കാറുകളുടെ ആണ് ഈ മ്യൂസിയത്തിന്റെ ഒരു ഹൈലൈറ്റ്. ചരിത്രം, അതിൽ കിട്ടിയ ട്രോഫികളും സംഗതികളൊക്കെ അവിടെ ഡിസ്പ്ലേ. ഇവിടെ ഇറ്റലിയിലും കടുക് തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്താനാണെങ്കിൽ ഈ ഇറ്റലിയിലെ റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞതാണ്. റെസ്റ്റോറൻറ്റിലേക്ക് 40 കിലോമീറ്റർ അടുത്തേ ഉള്ളെങ്കിൽ സമയം കൂടുതൽ, 1 മണിക്കൂറോ കൂടുതൽ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് 2.5 മണിക്കൂർ യാത്രയുണ്ട് പിസയിലേക്ക്. പിസ ഗോപുരം കാണാം. യാത്രകൾ ഇനിയും കൂടുതലുണ്ട്. പിസ പിസ കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ ഹോട്ടലാണ്. ഇറ്റാലിയൻ കാറുകളൊക്കെ സൈഡ് റോഡ് മാത്രം കാണുന്നുണ്ടോ? Test drive. ഏതാണ് ഫെറാറിയാണ്ടാ ടെസ്റ്റ് ഡ്രൈവ്? ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഫെറാറി വേൾഡിന് സംഭവിച്ചു ആ സ്പീഡിലൊക്കെ എംപ്ലോയീസ് ഒക്കെ വേറെ ആൾക്കാരാണല്ലോ ഇവിടുത്തെ. ഇതാണോ
ക്ലോസ് ചെയ്തോണ്ടാ ആ Okay. First group and offset. Just the first one. First group. One group. We are all together. We are all together. No, just one group. രാജകീയമായിട്ടാണ് കയറുന്നത് അല്ലേ? നീ ഇത് നിൽക്കണ്ട ഫെറാരി വേൾഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാറുകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും കാറുകൾ കാണുമ്പോൾ ഓടിച്ചെന്ന് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എനിക്ക് പിന്നെ കാറൊന്നും അത്ര വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. എന്നാലും എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വണ്ടികളാണല്ലോ. അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ അവിടെ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അതിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ കാറിൽ തൊടാനും പാടില്ല. അങ്ങനെയാണ് അവിടെ. അഞ്ച് എനിക്ക് മഞ്ഞ അത് മതി സജി. എന്തിന് അപ്പനെ എടുത്തെടുത്തെടുത്തെടുത്തു ഫോട്ടോ എടുക്കുന്നതല്ല. Please don't cross the red line. I really hope they ask Ferrari about it because if they don't,
സജിയും ഷൈജും എല്ലാ കാറിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭാവിയിലേക്ക് വാങ്ങാനുള്ള കാറ് സെലക്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഫോട്ടോ എടുക്കണോ? എനിക്ക് തിന്നോ? ഒരു തിന്നോ രണ്ടുപേരും? ഇതാണ് നമ്മൾ അടുത്ത വാങ്ങാൻ പോകുന്ന വണ്ടി. ഇത് സജീനെ കിട്ടണില്ല. എടുത്തണ്ട്. ഇതൊന്നും ക്രേസ് ഇല്ല. സോറി. ഇതൊക്കെ നമ്മൾ കണ്ടതാ. നിന്നോ, ഫോട്ടോ എടുക്കണമെങ്കിൽ നിന്നോ. ഷൈജു ഫ്രണ്ടിലില്ല. ഹെൽമെറ്റ് മേടിച്ചതല്ല. നമുക്ക് മനസ്സിലായിട്ട് ബിൽ ചെയ്തവരുടെ ഓരോ ബിൽ ചെയ്തവരുടെ അങ്ങനെയാണ് കാര്യങ്ങളിലേ. ഇതൊക്കെ സമ്മാനം ചെയ്യാറുണ്ട്. But it's very important also the reason of the color, because if you look at the car, you will see that the car has a different ഫോട്ടോ
ഇവിടെ 15 യൂറോ കൊടുത്താൽ നമ്മൾക്ക് ഈ കാറിൽ കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതൊക്കെ ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇതിൻ്റെ വിലകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോയിൽ തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കാറുകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇപ്പം എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കൽ, അതുപോലെ അവിടെ അകത്ത് കണ്ടതിൽ ഏത് കാറൊക്കെ വാങ്ങിക്കണ്ടെന്നുള്ള ഡിസ്കഷനിലാണ് എല്ലാവരും ഒക്കെ ഓരോ ഇഷ്ടപ്പെട്ട കാറുകളുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ട് ആരും ടെസ്റ്റ് ഡ്രൈവിനൊന്നും പോകുന്നില്ല. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്, ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ഫുഡായിരുന്നു. സാന്റാ മോണിക്ക ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇന്ത്യൻ ഫുഡാണ്. ഞങ്ങൾക്ക് ഉച്ചയ്ക്കും മിക്കവാറും ഈവനിങ്ങും ഇന്ത്യൻ ഫുഡാണ്. പക്ഷേ ഈ ഹോട്ടലിലെ ഫുഡ് വളരെ മോശമായിരുന്നു. ഇതുവരെ ഇങ്ങനെയൊരു ഫുഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഹോട്ടലിലെ മാനേജർമാരുടെ അടുത്തും ഞങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളുടെ ടൂർ മാനേജർ ജെകെയുടെ അടുത്തൊക്കെ പറഞ്ഞു, ഇതിനു മുമ്പ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. എനിവേ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് വളരെ മോശമായിരുന്നു ഈ ഹോട്ടലിലെ. ഒരുപാട് പേര് മാമോദീസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബസലിക്കയുടെ ഭരണാധികാരികൾ ഇവിടെ ഒരു മാമോദീസ പള്ളി ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിന് രണ്ടിനും പറ്റിയ ഒരു മണിമാളിക വേണം തീരുമാനിക്കുന്നു. ആദ്യം ഉണ്ടായിരുന്ന ബസലിക്ക, ഒരുപാട് പേര് മാമോദീസയ്ക്ക് വരാൻ തുടങ്ങിയതോടുകൂടി ഒരു മാമോദീസ പള്ളി പണിതു. മാമോദീസ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ പള്ളിക്ക് വേണ്ട ഒരു മണിഗോപുരം, ഈ വലിയൊരു ബസലിക്കയും ഒരു മാമോദീസ പള്ളിയും ഉണ്ടായിട്ടും അതിനൊരു മണിഗോപുരം ഇല്ല. അപ്പൊ മണിമാളിയാണ് പിസാ ഗോപുരമായി മാറിയത്. 1172 പിസാ ഗോപുരത്തിന്റെ പണി ആരംഭിക്കുന്നത്. അന്നത്തെ ഒരു എഞ്ചിനീയറെ ഏൽപ്പിച്ച് പണി തുടങ്ങി. 4 നില വരെ ഇതിന്റെ പണി മുന്നോട്ട് പോകുന്നു. 4 നിലകളിൽ പള്ളി കഴിഞ്ഞപ്പോൾ ഇതൊരു സൈഡിലേക്ക് ചെരിഞ്ഞു പോയി. അങ്ങനെ അതിന്റെ പണി നിർത്തിവെക്കുന്നു. പിന്നീട് ഒരു 100 വർഷം ഇത് വെറുതെ കിടക്കുന്നു. 4 നിലയായിട്ട് തന്നെ 100 വർഷത്തോളം കിടന്നു. 100 വർഷം കഴിഞ്ഞ് ഇത് പൊളിച്ചു കളയാൻ വേറൊരു എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നു. പൊളിച്ചു കളയാനുള്ള തയ്യാറെടുപ്പുകൾക്കായി സ്ഥലം സന്ദർശിച്ച എഞ്ചിനീയർ പറഞ്ഞു, ഇത് പൊളിച്ചു കളയേണ്ട കാര്യമില്ല, ഇതിന്റെ ഫൗണ്ടേഷനൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഈ 100 വർഷം കൊണ്ട് ഗോപുരം പൊളിച്ചു കളയാൻ പറ്റാഞ്ഞത്
ചിലവാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പൊളിയാതെ നിന്നതാണ്. ഈ പിസ ഗോപുരത്തിന്റെ ചില വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ 1373 പണി തീർന്നു. ഇതിന്റെ മുകളിൽ ബെല്ല് സ്ഥാപിച്ചു. പൊക്കം കൂടിയ ഭാഗത്തിന്റെ ഉയരം ഏതാണ്ട് 58.36 മീറ്ററാണ്. പൊക്കം കുറഞ്ഞ ഭാഗത്തിന്റെ ഉയരം ഏതാണ്ട് 57 മീറ്ററാണ്. പൊക്കം കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു നിൽക്കുന്നതായിരുന്നു പൊക്കം കുറഞ്ഞ ഭാഗം. മണികള് മുകളിൽ 5 എണ്ണം ഉണ്ട്. ഓരോ സൈസിലുള്ള ഓരോ മണികളാണ്. ടോട്ടൽ 298 പടികൾ മുകളിലേക്കുണ്ട് ഈ പിസാഗോപുരത്തിന്റെ മുകളിലേക്ക്. അത് വളരെ ഇടുങ്ങിയ ഒരു വഴിയാണ്. അങ്ങോട്ട് കയറി പോകാൻ അനുവാദം കൊടുക്കാറുണ്ട്. പക്ഷേ കയറി പോയാൽ ശ്വാസം മുട്ടും. കയറിപ്പോയി ഇറങ്ങി വരുന്നതിലും ഒരാഴ്ച കൂടുതൽ ചിലപ്പോൾ കിടപ്പായി പോയി. പൊടിയും ഇതൊക്കെ പേടിച്ച് കൂടാതെ അങ്ങോട്ട് കയറാനുള്ള ദുഃഖമായ വഴിയിലൊക്കെ കയറി. ആ സ്റ്റെപ്പ് തന്നെയാണ്. 90കളിൽ ഇത് അടച്ചിട്ടൊരു റിനോവേഷൻ നടത്തി. പിന്നീട് 2000-ലാണ് തുറക്കുന്നത്. 10 വർഷം അടച്ചതിന് റിനോവേഷൻ നടത്തിയതിന് ശേഷമാണ് 2000-ൽ തുറന്നത്. ഞങ്ങൾ പിസായിലെ ചെരിഞ്ഞ ഗോപുരം കാണാനാണ്, ഇറ്റലിയിലെ പിസായിലെ ചെരിഞ്ഞ ഗോപുരം കാണാനായിട്ടുള്ള പോക്കിലാണ് ട്രെയിൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബസ് കിടക്കുന്നിടത്തുനിന്ന് ഈ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് ഈ കുട്ടി ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴും മഴ പൊടിയുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരുപാട് യാത്രയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതായത് ഞങ്ങൾ കയറുന്നതിന് മുമ്പ് ക്ഷയിച്ചു എല്ലാവരും വീഡിയോ ഞങ്ങൾ കുട്ടി വണ്ടിയിൽ കയറിയിരിക്കുവാണ്. എല്ലാവരും ഇതിൽ തന്നെ ഇല്ലേ? ഓ, ബാക്കിലുണ്ട് അല്ലേ? ഇതാണ് പിസായിലെ ചരിഞ്ഞ ഗോപുരം. അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾ JK പറഞ്ഞ എക്സ്പ്ലനേഷനിൽ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഞങ്ങൾ കുടയൊക്കെ നിർത്തി എല്ലാവരും പോവുകയാണ്. മഴ പെയ്യുമ്പോൾ നമുക്കൊരു സുഖമില്ല ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട്. പക്ഷെ ഇറ്റലിയിൽ ചൂട് കുറവാണ്, ചൂട് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ മഴ പെയ്തപ്പോൾ ഒരു തണുപ്പുണ്ട്. ഞങ്ങൾ കുടയും തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ വരുവാണ്. ഇതാണ് ഗോപുരം. ഗോപുരത്തിനോട് ചേർന്നുള്ള പള്ളി. ഈ പള്ളിയിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. അവിടെ പള്ളിയിൽ ആദ്യം ഞങ്ങൾ അവിടെ ഡോറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു വേറെ ഡോറാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് ഡോർ പോയി. അവിടെ ചെന്നപ്പോൾ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ടിക്കറ്റ് ഫ്രീ ആണ്, പക്ഷെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഞങ്ങൾ കയറിയില്ല. എല്ലാവരും ചരിഞ്ഞ് നിൽക്കണ ഗോപുരത്തിനെ പിടിച്ച് നിന്നും ബാക്കിൽ ഇത് കിട്ടാവുന്ന രീതിയിലും ഒക്കെ ഫോട്ടോ എടുക്കാണ്. ചിലര് ഗോപുരത്തിനെ താങ്ങി ചരിവ് നേരെയാക്കാൻ നോക്കുന്നുണ്ട്. കിടന്നും ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ മരിയക്കുട്ടൻ്റെയാണ്. ബാക്കിൽ പിസാ ഗോപുരം ചരിഞ്ഞ് നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കുന്ന ആളെ ഫോട്ടോ എടുക്കുന്ന ആള് ഇനി ഒന്ന് കിടന്ന് ഫോട്ടോ എടുത്തോ. ഞങ്ങൾ ഈ ചെരിഞ്ഞ പിസാ ഗോപുരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെയുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ ഉള്ളിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കാരണം ഉള്ളിൽ കയറാൻ ചെന്നപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഫ്രീ ആണ്, പക്ഷെ ഞങ്ങൾ അവിടെ പോയി എടുക്കണം. പിന്നെ മഴയാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പുറത്ത് നിന്നൊക്കെ പ്രാർത്ഥിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പോകുവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.